തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനിടെ വിവിധ ഇനങ്ങൾക്കായി സ്ഥാനാർത്ഥികൾക്ക് ചിലവഴിക്കാവുന്ന പരമാവധി തുക വ്യക്തമാക്കുന്ന റേറ്റ് കാർഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം മാർക്കറ്റ് ഡീലർമാർ, രാഷ്ട്രീയ പാർട്ടികൾ, നിലവിലുള്ള ഉപഭോക്തൃവില സൂചിക എന്നിവയിൽ നിന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശേഖരിച്ച ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് പാനൽ പരമാവധി ഇനം തിരിച്ചുള്ള ചിലവ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതുകൂടാതെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചിലവിൽ ഇസിയുടെ പരമാവധി ഒരു സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം രൂപയാണ് ചിലവ്. ഭക്ഷണത്തിലുള്ള നിരക്ക് ചോളെ കുൽച്ചെ, ചോളെ ഭട്ടൂര എന്നിവയ്ക്ക് യഥാക്രമം 35 രൂപയും 40 രൂപയുമാണ്. സമൂസ, ബ്രെഡ് പക്കോറ, ലഡു, ഗുലാബ് ജാമുൻ എന്നിവയ്ക്ക് 12 രൂപ. 100 മില്ലി ചായക്ക് 6 രൂപ. അതേ അളവിലുള്ള കാപ്പിക്ക് 12 രൂപ. ഫുൾ മീൽ ഒരു പ്ലേറ്റിന് 70 രൂപയിൽ കവിയരുത്. ഹോട്ടലുകളിൽ താമസിക്കുന്നതിനും വാഹനങ്ങൾക്കും ഇസി നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ടാറ്റ സുമോ, ടൊയോട്ട, ഇന്നോവ, മഹീന്ദ്ര, സ്കോർപിയോ തുടങ്ങിയ വാഹനങ്ങളുടെ നിരക്ക് പ്രതിദിനം 2421 രൂപയാണ്. ഒരു സാധാരണ കാറിന് പ്രതിദിനം 1499 രൂപയാണ് പരിധി. ഇരുചക്ര വാഹനത്തിന് 84 രൂപയാണ് പരമാവധി ചിലവ്. റോഡ് ഷോയ്ക്ക് മൃഗങ്ങളെ വാടകയ്ക്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കുതിരയുടെ പരമാവധി നിരക്ക് പ്രതിദിനം 3075 രൂപയും ആനയ്ക്ക് 6150 രൂപയുമാണ്. സ്ഥാനാർത്ഥികൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ അനുമതി തേടേണ്ടതുണ്ട്. പൂമാലകൾക്കും നിരക്കുകളുടെ പരിധിയുണ്ട്. ഓരോ ചെറിയ മാലയ്ക്കും 20 രൂപയിൽ കൂടരുത്. അതേസമയം 10 അടി മാലകൾക്ക് 1500 രൂപയിൽ കൂടരുത്. സ്റ്റേജ് ഡെക്കറേഷനായി ഉപയോഗിക്കുന്ന പൂക്കൾക്ക് ചതുരശ്രയടിക്ക് 35 രൂപയാണ് വില. പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനും കസേര, മേശ, ടെന്റ്, ജനറേറ്റർ എന്നിവയ്ക്ക് ദിവസ വാടക ഉൾപ്പെടെ കമ്മീഷൻ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. 2000-ന് മുകളിൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തിന് ദിവസം 30,000 രൂപ വരെ ചിലവാക്കാം. 250-ൽ താഴെ ആളുകൾ പങ്കെടുക്കുന്ന യോഗത്തിന് 6150 രൂപയിൽ കൂടുതൽ ചിലവാക്കരുത്. പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ എഴുതാൻ ഉപയോഗിക്കുന്ന പേന 6 രൂപ വിലയുള്ളത് മതി. സ്ഥാനാർത്ഥി തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ ചിലവുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും. 2 തീയതികളും ഉൾപ്പെടെ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്ന ദിവസം കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ഫെബ്രുവരി 8-ന് ഫലം പ്രഖ്യാപിക്കും. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വ്യാപകമായ കൂറുമാറ്റം ഡൽഹിയിൽ നടന്നിരുന്നു. കളം മാറിയ പലരും എതിർചേരികളിലെത്തി സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുണ്ട്. നിരവധി കോൺഗ്രസ് ബി.ജെ.പി നേതാക്കൾ ഇത്തവണ എ.എ.പി ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട്. എ.എ.പിയിൽ ഉണ്ടായിരുന്നവർ ബി.ജെ.പി ടിക്കറ്റിലും മത്സരിക്കുന്നു. കോൺഗ്രസിലെത്തി മത്സരരംഗം കൊഴുപ്പിക്കുന്നവരും ഏറെയാണ്. മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടില്ലെന്ന് ബോധ്യമായതോടെ നിരവധി ബി.ജെ.പി നേതാക്കൾ അടുത്തിടെ എ.എ.പിയിൽ ചേർന്നിരുന്നു. 2020-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വേണ്ടി മത്സരിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. അധികാരം നിലനിർത്താനായി എ.എ.പിയും പിടിച്ചെടുക്കാനായി ബി.ജെ.പിയും സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. തലസ്ഥാനത്ത് നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ലെങ്കിലും രാഷ്ട്രീയ അടിത്തറ നിലനിർത്താനായി ഏതാനും സീറ്റുകളിലെങ്കിലും പാർട്ടിക്ക് വിജയിച്ചേ മതിയാകൂ. അതിനായി സർവ്വതന്ത്രവും അവർ പുറത്തെടുക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും എ.എ.പിയെയും ബി.ജെ.പിയെയും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന രീതിയിലാണ് ചില കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഉറച്ച വോട്ട് ബാങ്കായിരുന്ന ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും പിന്തുണ വീണ്ടും ആർജിക്കുകയാണ് ഇതിലൂടെ കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്.